നമസ്കാരം. ഇപ്പോൾ ദിൽ കളമച്ചരനാണ് എനിക്ക് പരിചയമുള്ള സമയം തൊട്ട് എനിക്കറിയാവുന്നത്. ദിൽ കളമച്ചരെന്ന് കുറച്ച് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ വിളിച്ച് അവരുണ്ടാക്കിയതാണ്. ഞാൻ ദില്ലെന്ന് മാത്രമേ പറയാറ്. സ്ഥലപ്പേര്. കലാജീവിതത്തിൽ എങ്ങനെയായിരുന്നു താങ്കളുടെ പ്രവേശനം? സ്കൂളിൽ ഞാൻ കൊല്ലത്താണ് പഠിച്ചത്. 7ാം ക്ലാസ് വരെ കൊല്ലം. അത് കഴിഞ്ഞ് ആറ്റിങ്ങൽ കോളേജ് ജീവിതം പൂർത്തിയാക്കുന്നു. പിന്നെ വന്നിട്ട് സുരാജും നമ്മുടെ സരികയുടെ പ്രൊഡ്യൂസറും വന്നിട്ട് വിളിച്ചിട്ടാണ് സരിക എന്ന് പറയുന്ന സമിതിയിലേക്ക് കയറുന്നത്. കയറി പിന്നെ നോർത്ത് ഇന്ത്യൻ പ്രോഗ്രാമിന് പോയി. പിന്നെ അവിടുന്ന് വണ്ടി ആക്സിഡന്റ് സംഭവിച്ചു. അതിലൂടെ പുള്ളിയുടെ ശരത്ത് ഫീമെയില് പാടുന്ന കൊല്ലം ശരത്തിന്റെ കൈ മുറിക്കേണ്ടി വന്നു. സുരാജ് നമ്മുടെ കൂടെ ലീഡ് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അത് അങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചാൽ ഗോവ വരെ പോകേണ്ടായിരുന്നു, പോകാൻ പറ്റിയില്ല. പിന്നെ അത് നമ്മൾ ജീവൻ രക്ഷിച്ച് എങ്ങനെയൊക്കെ ഇവിടെ ആക്സിഡന്റിന് അറുത്ത് ബക്കറ്റ് ഇടുന്നത്. അപ്പൊ എന്റെ ഈ ചെവി രണ്ടായി പോയി. അങ്ങനെ അത് സ്റ്റിച്ചെല്ലാം ചെയ്യുന്ന സമയത്ത് ഈ വിളി ആ ആക്സിഡന്റിന് അറക്കുമ്പോൾ ഞാൻ അത് ആ ഒച്ച കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ശരത്തെണ്ണം മരിച്ചുപോയി. നമ്മുടെ ഫീമെയില് ജാനകിയുടെ കേരളത്തിലെ നമ്പർ 1 ഫീമെയില് നമ്മുടെ കൈ പോയതിനു ശേഷം ഒരു ഭയങ്കര ഒരു വിഷമം വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മള് അന്ന് ഈ മിമിക്സ് ഗാനമേളയുണ്ട്, മ്യൂസിക് തൊണ്ട കൊണ്ട് ചെയ്യുന്ന സംഭവം. അപ്പൊ സുരാജ് ഞാനും ഒക്കെ മ്യൂസിക് തൊണ്ട കൊണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സീനിലേക്ക് വരുമ്പോഴത്തേക്ക് മിമിക്സ് ഗാനങ്ങളൊക്കെ തീരുമ്പോഴത്തേക്ക് നമ്മുടെ യൂണിഫോം മടക്കി വെക്കുന്നത് പുള്ളിയാണ്. ടപ്പന ഇത് നമ്മൾ ഓർക്കാതെ ആ ടെൻഷനിൽ, ആ പ്രോഗ്രാമിന്റെ ടെൻഷനിൽ ചേതന എല്ലാം മടക്കി വയ്ക്കി എന്ന് പറഞ്ഞിട്ട് തിരിയുമ്പോഴാണ് പെട്ടെന്ന് ഓർക്കുന്ന ആ ഒരു കൈ മുറിച്ച ഒരു സംഭവം. അങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങൾ പ്രോഗ്രാമിലൂടെ വന്നു പോയ സാഹചര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ ദേശീയ അവാർഡ് മേടിച്ച പ്രൊഫഷണലിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. എന്നാലും പ്രൊഫഷണൽ ഈ ട്രൂപ്പിലോട്ട് വരുന്നത് എങ്ങനെയാണ്? ആദ്യം കണ്ടത് ആരാണ് കൊണ്ടുവന്നത്? പ്രൊഫഷണലായിട്ട് കൊണ്ടുവരുന്നത് സുരാജും പിന്നെ നമ്മുടെ തിരുവനന്തപുരം സരിക എന്ന് പറയുന്ന ട്രൂപ്പാണ് കൊണ്ടുവരുന്നത്, പ്രൊഫഷണലായിട്ട് കൊണ്ടുവരുന്നത്. പിന്നെ അതിൽ കയറിയ ശേഷം പിന്നെ ഞാൻ എൻ്റെ കഴിവിൻ്റെ ഇതനുസരിച്ച് ഓഡിയൻസിൻ്റെ പ്രോത്സാഹനം എല്ലാം വെച്ചിട്ട് ഇപ്പൊ 1 മാൻ ഷോയില് വർഷങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കുന്നു. പഴയ സുഹൃത്തുക്കളെ ഒന്നും കാണാറുണ്ട്, മിണ്ടാറുണ്ട്, ഷോ ഉണ്ടാന്ന് ചോദിക്കാറുണ്ട്, സുഖവിവരങ്ങൾ തിരക്കാറുണ്ട്. അങ്ങനെ പോകുന്നു. ഞാൻ സുരാജിന്റെ ഒരു സീരിയൽ ചെയ്ത ആളാണ്. ആ സീരിയല് മേക്കപ്പ് ചെയ്ത ആളാണ്. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്തോ അങ്ങനെ എന്തോ തലയൊക്കെ വെച്ചിട്ട് അത് തന്നെ എന്തോ കരിമത്തായിരുന്നു എന്റെ. അത് തന്നെ നമ്മുടെ എല്ലാരും ഉണ്ടായിരുന്നു. നമ്മളെ ഇപ്പോഴത്തെ സിനിമയിലുള്ള ഒരാളുണ്ടല്ലോ, മറ്റേ കുടിയന്റെ വേഷം അഭിനയിക്കുന്ന പേരെന്തരും, അപ്പോഴേ ഈ സമകാലികരായിട്ടുള്ള നിങ്ങളുടെ വർക്ക് ചെയ്ത സുരാജ്, തിരുമല ചന്ദ്രണ്ണൻ, നെൽസൺ അവരെല്ലാം ഫിലിമുകളിൽ അവരുടേതായിട്ടുള്ള ക്യാരക്ടറൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞ് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടൊക്കെ അവർക്കൊരു അംഗീകാരമുണ്ട്. അതിനുവേണ്ടി താങ്കളൊന്ന് ശ്രമിച്ചില്ലേ? ഞാൻ ശ്രമിച്ചില്ലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ അവാർഡ് വാങ്ങിയാണ് സുരാജ്. ഈ സുരാജ് കയറി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രംഗത്ത് പ്രൊഫഷണലായിട്ട് സിനിമയിൽ കയറി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജമാണിക്യത്തിലെ മമ്മൂക്കയ്ക്ക് ഒരുപാട് ആ ഡയലോഗ് പ്രസന്റ് ചെയ്ത് ഒക്കെ അങ്ങനെയാണ് കയറി വരുന്നത്. ഈ മമ്മൂക്കയുടെ ഒരു ഫൈറ്റ് സീൻ നമ്മൾ നോർത്ത് ഇന്ത്യക്ക് പ്രോഗ്രാമിന് പോയപ്പോൾ ഞാൻ ആ ഫൈറ്റ് സീനിൽ മമ്മൂക്കയുടെ ഒരു ആക്ഷൻ ഞാൻ കാണിക്കാറുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ്. ആർക്കാണ്? സുരാജിന് ഭയങ്കര ഇഷ്ടമാണ്. എടാ ഒന്നുകൂടെ കാണി. അത് ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ അത് എന്നെ ഇട്ട് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ അന്ന് ഇപ്പോൾ ഞാൻ ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അന്ന് മുതൽ സീരിയൽകാർക്കും അപ്പോഴേ പത്രത്തിന് ഞാൻ എടുത്തു പോകും. പത്രം അന്ന് ഞാന എല്ലാം വരാറുണ്ട്.
അതിലെടുത്ത് നോക്കിയിട്ട് അപ്പോൾ ചിലരുടെ അഡ്രസ്സ് ഉണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും, വിളിക്കും, കൊണ്ട് ചെല്ലും, പൈസ കൊടുക്കും, അത് കൊടുക്കും, സ്ക്രീൻ പിന്നെ ക്യാമറ ലുക്ക്, ക്യാമറ ഫിഗർ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് പൈസ അച്ഛൻ ഗൾഫിൽ നിൽക്കുന്നു. യൂണിഫോമിന്, സ്കൂളിലേക്ക് യൂണിഫോമിന് പൈസ വേണം, അല്ലെങ്കിൽ ചിലവിന് പൈസ വേണം, പഠിക്കാനായിട്ട് ബുക്ക് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കൊണ്ടുപോയി ആ സീരിയലിന് സിനിമയ്ക്കും വേണ്ടി അന്നോട്ടെ 2000, 1000, 5000 ഇങ്ങനെ അല്ല കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് രജിസ്റ്റർ ഫീ അങ്ങനെ ഒരു സാധനം ഞാൻ കൊടുത്ത് തൃശ്ശൂരൊക്കെ ഞാനും പോയിട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് സുരാജ് ഇതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് പുള്ളി ദേശീയ അവാർഡ് വാങ്ങി. ഞാൻ ഇന്ന് വാങ്ങിയത് പേരുദോഷം മാത്രമാണ്. അല്ല ഒരു ഇതിനെ വീട്ടുകാർക്ക് എൻ്റെ വീട്ടുകാർക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്ത് കലാകാരന്മാരെന്ന് പറയുന്ന ഒറ്റ മനുഷ്യനുമില്ല. എനിക്ക് ഞാൻ ഇവിടം വരെ എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള കഴിവ് കൊണ്ട് തന്നെയാണ്, താല്പര്യമാണ്. രക്തത്തിൽ അരിഞ്ഞു പോയി എന്ന് പറയാം. ദൈവികമായിട്ട് കിട്ടിയ ഒരു സാധനം എന്ന് നമ്മൾ പറയാം. ഞാൻ ഗൾഫിൽ 2 വർഷം ഉണ്ടായിരുന്നു, 1.5 വർഷം ഉണ്ടായിരുന്നു. അത് പേഴ്സണൽ ഗൾഫിൽ പോയതല്ല, ഒന്ന് സ്ഥലം മാറി നിൽക്കാൻ വേണ്ടിയിട്ട് മാനസികമായിട്ട് ഒന്ന് മാറി നിൽക്കണം തോന്നി ഞാൻ അങ്ങോട്ട് പോയി, അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രമിച്ച പോലെ സുരാജ് ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സുരാജിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കും. ഞാൻ ശ്രമിക്കുന്ന സമയത്ത് സുരാജ് ശ്രമിച്ചിട്ടില്ല. വീട്ടുകാര്യങ്ങൾ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. കാരണം ഞാൻ പുള്ളിയുടെ അച്ഛൻ പട്ടാളത്തിലാണ്, ചേട്ടൻ പട്ടാളത്തിലാണ്. അവിടെ അതെ, അപ്പോൾ പട്ടാള ചിട്ടയിലുള്ള, അപ്പം വീട്ടിലും ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കണം, എന്നായി മിമിക്സിന് പോവുകയും വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഞാനും സുരാജായിട്ടുള്ള ഒരു ഇത്. പിന്നെ ഒരു സീരിയലിലായിട്ട് ഒരു വേഷം ചെയ്തില്ലേ? ഞാൻ 2-3 പടങ്ങൾ ചെയ്തു. എല്ലാം മണിച്ചേട്ടന്റെ ലാസ്റ്റ് പടം ഒരു കുടുംബ ചിത്രം എന്ന് പറയുന്ന ചിത്രത്തിൽ ചെയ്തിട്ടുണ്ട്. അത് ഞാനും ജാഫർ ഇടുക്കിക്കാണ് ഞാൻ പറഞ്ഞ ഈ സുരാജ് അണ്ണൻ പ്രൊഡ്യൂസ് ചെയ്ത സീരിയലിൽ ഒരു വിഗൊക്കെ വെച്ചു കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ചെന്ന് പറഞ്ഞത്. അതാണ് അതിന്റെ ശരിക്കും മേക്കപ്പ് ഇയാളായിരുന്നു നമ്മള്. പേരും പറഞ്ഞു എനിക്കെല്ലാം കരമന ഉള്ള ഒരു ലാൽ കരമനയായിരുന്നു അതിന്റെ മേക്കപ്പ്. പുള്ളി ഒരു പടത്തിന് പോകാൻ നേരത്താണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് വരെ ഇതേപോലെ ഈ വിഗൊക്കെ വെക്കുന്ന പരിപാടിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചെന്ന് ചാടിയും പോയി. അപ്പൊ സുരാജ് തന്നെ പരിചയമുണ്ട് ഇവിടെ കിടക്കുറത്ത്, ഇവിടെ ക്ഷേത്രങ്ങളിലൊക്കെ കൊടുത്തത്. അപ്പൊ സുരാജെണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം. ഇയാളൊരു പടം ജയസൂര്യയും മറ്റേ കുഞ്ചാകോവനെ അഭിനയിച്ച ആ സെറ്റിൽ പോയാണ് ഒരു നമ്മള് ഈ സീരിയൽ ഷൂട്ട് ചെയ്തത്. ആ സീരിയലിന്റെ പേര് പക്ഷെ മറന്നു. ആ സീരിയലിന്റെ പേര് എന്തോ ഒരു അതിൽ നാരായണൻകുട്ടിയൊക്കെ അന്ന് അഭിനയിച്ചെന്ന് തോന്നുന്നു. മറ്റേ പടം ഏതാണ്? ഒരു 3 പേര് വർക്ക്ഷോപ്പൊക്കെ നടത്തുന്നത് കൊച്ചിയിൽ. ജയസൂര്യ അത് തന്നെ. എന്നിട്ട് ജയസൂര്യയുടെ അസിസ്റ്റന്റ് ആയിട്ടും കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടുള്ള ബന്ധമല്ല നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റണം. അല്ല, ഒരുപാട് സിനിമയിലും സീരിയലിലും വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി മുന്നോട്ട് എങ്ങനെയാണ്? ദിലീപേട്ടനെ അറിഞ്ഞു. ദിലീപേട്ടനല്ലേ ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ അന്വേഷിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ദില്ലെന്ന് വന്നത്. അല്ല, ദില്ലെന്ന് വരാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. എൻ്റെ അച്ഛൻ ഇട്ട പേരാണ് ദിലീപ് എന്ന്. എൻ്റെ പേര് ദിലീപ് എന്നാണ്. അപ്പോൾ ഈ ഫിലിം ഫീൽഡിൽ ഒരു ദിലീപ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മമ്മൂക്ക ഉണ്ടെങ്കിൽ, ഒരു ലാലേട്ടൻ ഉണ്ടെങ്കിൽ, പിന്നെ വേറൊരു സെയിം പേര് അവിടെ ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ഞാനും സുരാജും കൂടെ മാറ്റിയ പേരാണ്. എനിക്ക് ഹിന്ദി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ദില്ലെന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട്, മനസ്സ്, ഹൃദയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എനിക്ക് പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമാണ്. അത് അങ്ങനെ ചുരുക്കി മാറ്റിയതാണ് ദിലീപ് എന്നുള്ളത് ദില്ലെന്നാക്കിയത് ഞാൻ. അപ്പോൾ അത് അനൗൺസ് ചെയ്യുമ്പോഴും ചില സ്റ്റേജിൽ അനൗൺസ് ചെയ്യാറില്ല. ദിലീപാണ് നല്ലത്. പക്ഷേ എനിക്ക് ഫിലിം ഫീൽഡിൽ ദിലീപ് വേണ്ട. ഇന്ന പുള്ളിക്ക് ഈ ഫിലിം ഫീൽഡുമായിട്ട് അന്ന് യാതൊരുവിധ ബന്ധവും ഇല്ല സുരാജിന്. ഞാൻ പറഞ്ഞു എനിക്ക് ഇതാണ് ഉദ്ദേശം. ഏതാണ്? ഞാനിനി ദില്ലായിട്ട് കയറി വന്നാൽ മതി, ദിലീപ് വേണ്ട. അച്ചേട്ട പേരിനെ ഉപേക്ഷിച്ചതല്ല, അത് ഉപേക്ഷിക്കേണ്ടി വരില്ല. സിനിമാ ഫീൽഡിൽ പലർക്കും മമ്മൂട്ടിയുടെ പേര് മമ്മൂട്ടി എന്നല്ല,
മുഹമ്മദ് കുട്ടി. ദിലീപേട്ടന്റെ പേര് എന്താണ്? ഗോപാലകൃഷ്ണൻ എന്നാണ്. അപ്പൊ അത് മാറ്റിയിട്ട് അപ്പൊ അതേപോലെ എന്റേത് മാറ്റുമെന്ന് എനിക്കറിയാം. അതിന് മുന്നേ ഞാൻ അങ്ങ് മാറ്റി. അപ്പോൾ സുരാജിൻ്റെ അടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പല സ്റ്റേജിലും ചെയ്യാറില്ല. പിന്നെ ചായ മേടിച്ച് കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ അത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കൈക്കൂലി കൊടുത്തിട്ടാണ് ഇന്ന് എൻ്റെ പേര് ഇവിടെ ഇങ്ങനെ പറയണേ. എൻ്റെ സ്ഥലത്തെ പ്രോഗ്രാമിനൊക്കെ വരുമ്പോൾ നമുക്ക് ആരാ ദില്ലെന്ന് പറഞ്ഞാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിടുന്ന ഷർട്ട് അവിടെ കൊടുക്കണം. ഏത് ഫ്രണ്ട് ഇരുന്ന് മ്യൂസിക് ചെയ്യാനും പ്രോഗ്രാം ചെയ്യാനും. അപ്പം എൻ്റെ പേര് അത് പറയും. ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ദിലീപ് എന്ന് വിളിച്ച് പറയും. അപ്പം അങ്ങനെ ഇട്ട പേരാണ്, ഞാനും സുരാജും കൂടെ ഇട്ട പേരാണ് ദില്ലെന്നുള്ള ആ പേര്. കാരണം ഞാനത് ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും ദില്ലെന്ന് തന്നെ വിളിക്കുന്നത്. മുന്നോട്ടുള്ള പരിപാടി എങ്ങനെയാണ്? മുന്നോട്ടുള്ള പരിപാടി ഇതിൽ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഡയറക്ടർമാരുടെ പോയിട്ടുണ്ടോ? ഇഷ്ടം പോലെ സത്യം ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസരം ചോദിച്ചിട്ട് അവസരം കണ്ടിട്ടുണ്ടോന്ന് മാത്രമല്ല പറയേണ്ടത്. അതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഈ വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിന്റെ ഈ അമ്മ സംഘടന അല്ലെങ്കിൽ നായികമാരുടെ ആ ഒരു കുറ്റാന്വേഷണം അല്ലെങ്കിൽ പരാതികൾ ഈ വന്നോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാം. പേരെടുത്ത് പറയുന്നില്ല. ഒരുപാട് എണ്ണിപ്പറക്കാവുന്ന കുറച്ച് ഡയറക്ടേഴ്സ് തന്നെ എനിക്കറിയാം. ഞാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു വേഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നുള്ള കാര്യം ഞാനിപ്പോൾ പച്ചയ്ക്ക് പറയാതെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അതുവരെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എനിക്ക് പരിഗണന വേണ്ട. ഒരു നല്ലൊരു വേഷം എന്താ, അതിൽ കഴിവുണ്ടെങ്കിൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോവാ. അല്ലെങ്കിൽ ആ ഫിലിം അല്ലെങ്കിൽ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ കഴിവ് ഉപയോഗിച്ചിട്ട് തമിഴ് പടത്തിലോ മറ്റുള്ള ഡയറക്ടേഴ്സ് എന്നെ സ്വീകരിക്കും. അതിനുള്ള ഒരു സാഹചര്യം, സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സംഭവം എനിക്ക് തന്നാൽ ഞാനത് ചെയ്യും. പക്ഷെ അത് തരുന്നില്ല. ഞാനിത് വിട്ട് ഈ മേക്കപ്പ് മേഖല എന്നുള്ളത് വിട്ട് വന്നതിന്റെ കാരണം എന്തറിയാമോ? ഒരു സെറ്റ് ചെല്ലുമ്പോൾ ഇവരെല്ലാം പ്രത്യേക ജീവികളെ പോലെയാണ്. അവരെല്ലാം എന്തോ ഒരു നമ്മളൊരു കാര്യം പഠിക്കാൻ ചെന്ന് നമ്മളെ പഠിപ്പിച്ചു തരാനും താല്പര്യമൊന്നും അല്ല. അത് മാക്സിമം നമ്മളെ ഹറാസ്മെന്റ് ചെയ്ത് ഇതിന്ന് ഒഴിവാക്കി വിടാനാണ് നോക്കുന്നത്. പിന്നെ രണ്ട് കാര്യങ്ങളുണ്ട് ഫിലിം ഫീൽഡിൽ. നമ്മുടെ ഈ സ്ക്രീൻ പ്ലേയിൽ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നിൽക്കുന്നത്. ഒന്ന് പാര, മാക്സിമം പാര പണിഞ്ഞ് ലവനെ അങ്ങനെ പറഞ്ഞു വിടാം. രണ്ടാമത് നമ്മുടെ ആ പ്രൊഫഷണലിസം, അവിടെ നമുക്ക് എന്ത് ഉപയോഗം ഉണ്ടെങ്കിൽ അവനെ കയറ്റി വിടാം. അങ്ങനെ നോക്കുന്ന മാക്സിമം നമുക്ക് കഴിവുണ്ടെന്ന് അറിയാം. പക്ഷെ അവൻ്റെ എന്ത് നമുക്ക് ലാഭമുണ്ട് എന്ന് നോക്കുന്ന മേഖല. മൂന്നാമത് പറഞ്ഞാൽ ഗോസിപ്പ് ഇഷ്ടം പോലെ ഉണ്ടാവുന്ന ഒരു മേഖലയാണ് ഫിലിം ഫീൽഡ്. സ്വർഗം നരകം കഴിഞ്ഞാൽ അടുത്ത നേരിട്ട് കാണാവുന്ന അടുത്ത ലോകം എന്ന് പറയുന്ന സിനിമാ ലോകമാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് എത്തിപ്പെടാൻ പാടാണ്. പക്ഷേ എത്തിപ്പെട്ടാൽ തിരിച്ചു വരാൻ പാടാണ്. കാരണം നമ്മളൊരു സിനിമാ മേഖലയിൽ പോയിട്ട് നമുക്ക് ഇനി കളയ്ക്കാൻ പോകാൻ പറ്റത്തില്ല, പുല്ല് പറിക്കാൻ പോകാൻ പറ്റത്തില്ല. സുരാജ് പണ്ട് ഗൾഫുകാർ വരുമ്പോൾ ആദ്യം ചോദിക്കണ ചോദ്യം എന്ന് വെച്ചാൽ ഇനി എന്ന് പോകണം എന്നാണ്. അതേപോലെയാണ് ഇപ്പൊ പടം ഇല്ലേ എന്നാണ്. ഇപ്പൊ പടമില്ലേ, വർക്കില്ലേ, പെയിന്റിങ്ങിനോ വേറെ ഒരു മൈക്കാട് പണിക്കോ പോകാൻ പറ്റത്തില്ല. അപ്പൊ എത്തിപ്പെടാൻ പാടാണ്, എത്തിപ്പെട്ടാൽ തിരിച്ചു വരാൻ പാടാണ്. അപ്പൊ അങ്ങനെ മൂന്നാമത്തെ ലോകമാണ് ഈ സിനിമാ ലോകം. ഇപ്പൊ എന്താണ് മുന്നോട്ടുള്ള പരിപാടി? മരണം വരെ ഇതിൽ പ്രയത്നിക്കും. ഇനിയും ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഡയറക്ടേഴ്സ് എങ്കിൽ ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസർ എങ്കിൽ പ്രൊഡ്യൂസർ, ആർക്ക് എന്ത് വേണോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. പക്ഷേ എനിക്ക് നിയമവിരുദ്ധം അല്ലാത്തതായാലും ആയതായാലും ഞാൻ ചെയ്യും. കാരണം എനിക്ക് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. അല്ലാതെ എന്നെ കൈ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ആരും. എൻ്റെ അച്ഛനെ ഞാനിപ്പോൾ മമ്മൂട്ടിയുടെ മോനായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ, ലാലേട്ടൻ്റെ മോനായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. എൻ്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനും ഗൾഫുകാരനും ആയി പോയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ല. കലാകുടുംബം അല്ല. എൻ്റെ കഴിവ് ഉപയോഗിച്ചാണ് ഞാൻ ഇതുവരെ വന്നത്. ഇപ്പോഴും ഞാൻ പറയുന്ന സ്റ്റാറുകൾ പറയാത്തവരുണ്ട്. കൊച്ചിയിൽ വരെ
പ്രകാശ് രാജ്, വിനായകൻ, എത്രയെങ്കിലും സ്റ്റാർസുകൾ. പിന്നെ ഞാൻ പറയുന്നത് സുരാജ് പറയത്തില്ല, സുരാജ് പറയുന്നത് ഞാൻ പറയത്തില്ല. ഓക്കെ, ബില്ലിങ്ങാണ്. അപ്പൊ എന്തായാലും മുന്നോട്ട് പോയി കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു ഇല്ലല്ല. സ്റ്റാറിനെ അനുകരിച്ചൊന്ന് കാണിക്കാം. അത് ചെയ്യാം. പിന്നെ ഞാൻ ഇപ്പോഴും സുരാജ് എന്നെ കണ്ടു കഴിഞ്ഞാൽ അളിയാ മച്ചമ്പി നല്ല കാര്യം തന്നെയാണ്, അത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഒരു പരമമായ സത്യം. പിന്നെ ഏതായാലും പിന്നെ മിമിക്രി, ഞാനൊരു മിമിക്രിക്കാരനാണ്, ഞാനും സുരാജും ഒക്കെ മിമിക്രിക്കാരനാണ്. കലവാൻ ഷാജാൻ, നമ്മളെല്ലാവരും ഒക്കെ ഒരു സ്റ്റേജിലൊക്കെ കളിച്ചിട്ടുള്ളവരും തന്നെയാണ്. അപ്പോൾ ഏതായാലും എനിക്ക് തമിഴ് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. തമിഴ് ആക്ടർ ആവാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഒരുപാട് മലയാളികൾ, അജിത്ത്, അജിത്ത്, വിക്രം, വിജയകാന്ത് ഒക്കെ, ഇവരൊക്കെ മലയാളികളാണ്. അപ്പോൾ എനിക്ക് തമിഴിലേക്ക് ആണ് ഏറ്റവും കൂടുതൽ താല്പര്യം. എന്ന് വിചാരിച്ചിട്ട് മലയാളികൾ തരാതിരിക്കണ്ട, ഞാൻ ചെയ്യും, അത് വേറെ കേസ്. അപ്പോൾ എനിക്കൊരു പവർ കഥാപാത്രം ചെയ്യാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പ്രകാശ് രാജിന് ഒന്ന് അനുകരിച്ച് നമുക്ക് ഇത് ചെയ്യാം. എങ്ങടാ പോറേ? எனக்கு கொள்றது மட்டும் தான்டா பிடிக்கும், கொள்றது மட்டும் தான் பிடிக்கும். நீ ஏன்டா சொன்ன? குடிக்கடா அவனை, பேசுடா அவன்கிட்ட, தமிழ் பேசுடா, இங்கிலீஷ் பேசுடா.